കേരളത്തിലിപ്പോൾ കാലമാറ്റങ്ങളുടെയും കൂറുമാറ്റങ്ങളുടെയും കൂട് വിട്ട് കൂടുമാറ്റങ്ങളുടെയും കാലമാണ്. പാലക്കാട്ടെ പ്രമുഖ കോൺഗ്രസ് നേതാവും ബുദ്ധിജീവിയുമായിരുന്ന ഡോക്ടർ പി സരീൻ കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് CPMൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചു. പാലക്കാട്ടെ വോട്ടർമാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം 3ാം സ്ഥാനത്തായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉറപ്പുള്ള ഒരു സീറ്റ് CPM കൊടുക്കും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. നമ്മളും അങ്ങനെയാണ് പ്രതീക്ഷ വച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം സരീൻ AKG സെൻറ്ററിൽ ചെല്ലുന്നു. മഹാനായ ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ ചെങ്കൊടി അണിയിച്ച് സ്വീകരിക്കുന്നു, ചുവന്ന ഷാൾ പുതപ്പിച്ച് സ്വീകരിക്കുന്നത് കണ്ടു. ഇപ്പോൾ ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇതാണ്. ആരെങ്കിലും ഒരാൾ CPM ചേർന്നാൽ അയാൾ ആര് തന്നെയായാലും ശരിയാണ്, ഉടനെ തന്നെ പാർട്ടി ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചുവന്ന ഷാൾ അണിയിക്കും. തോമസ് മാഷ് മാത്രമേ അങ്ങനെ ചുവന്ന ഷാൾ സ്വീകരിക്കാതെ CPMൻ്റെ സഹയാത്രികനായിട്ട് മാറിയിട്ടുള്ളൂ. ഏതായാലും സരിൻ്റെ കാര്യത്തിൽ ഒരു അല്പം വൈകി. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് കാരണം അദ്ദേഹത്തിന് AKG സെൻറ്ററിൽ എത്താൻ പറ്റിയില്ല. ഇപ്പോൾ ആ ഒരു പോരായ്മയും പരിഹരിച്ചു അദ്ദേഹം ഒരു ഫുൾ ടൈം CPM കാരനായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി മേലിൽ അദ്ദേഹം സഖാബ് സരീൻ എന്ന പേരിൽ അറിയപ്പെടും. ഇത് തന്നെയാണ് സന്ദീപ് വാര്യരുടെ സ്ഥിതി. വാര്യർക്ക് ഈ സ്റ്റേജിലിരിക്കാൻ കസേര കിട്ടിയില്ല എന്ന കാരണത്താൽ അദ്ദേഹം BJPയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു എന്ന് മാത്രമല്ല, ഈ വെറുപ്പിൻ്റെ കടയിൽ അദ്ദേഹത്തിൻ്റെ പറ്റുപടി പുസ്തകം അടച്ചു. പകരം സ്നേഹത്തിൻ്റെ കടയിൽ പുതിയ അക്കൗണ്ട് തുടങ്ങി. സ്നേഹത്തിൻ്റെ കടയിൽ മാത്രമല്ല, പാണക്കാട്ടും അദ്ദേഹത്തിന് പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങി. ഇപ്പോൾ അവിടെ ചെന്ന സുലൈമാനി അദ്ദേഹത്തിന് രാവിലെ ഫ്രീ ആയിട്ട് കിട്ടും. സമസ്തയുടെ ഓഫീസിലും അദ്ദേഹം പറ്റുപടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സകലമാന മതേതര പുരോഗമന നവോത്ഥാന ശക്തികളുടെയും പിന്തുണയോടി അദ്ദേഹം ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം പണ്ഡിറ്റ് നെഹ്റു, മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ പോട്ടെ. സർദാർ പട്ടേലിന് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അത്ര പ്രിയമില്ല. അദ്ദേഹത്തെ BJP ഏറ്റെടുത്തു. മൗലാന അബുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഇങ്ങനെയുള്ള മഹാന്മാരുടെയും പിന്നെ രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വാദ്ര, ഇവരുടെയൊക്കെ നാമജപ കീർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ബാക്കി സമയത്ത് പുള്ളി മുഹമ്മദ് അബ്ദുറഹ്മാൻ, മൊയ്ത് മൗലവി, കേളപ്പൻ ഈ പറഞ്ഞ ഒരു പേര് കിട്ടിയതാണ്. നമ്മുടെ VD സതീശൻ, രമേശ് ചെന്നിത്തല, പാണക്കാട്ട് താങ്കൾ, കുഞ്ഞാലിക്കുട്ടി, ഇവരുടെയൊക്കെ നാമജപ കീർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ സന്ദീപ് വാര്യർ ഒന്നാം തരം ഒരു നവോത്ഥാന പുരോഗമന കോൺഗ്രസ്സുകാരനായിട്ട് മാറി. അപ്പോൾ BJPക്കാർക്കും ആരെങ്കിലും ഒരാൾ വേണമല്ലോ. അപ്പോഴാണ് CPMൽ അച്ചടക്ക നടപടി നേരിടുന്ന ബിപിൻ സി ബാബു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അവർ കണ്ടെത്തിയത്. ബിപിൻ സി ബാബു നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, യുവ നേതാവാണ്. സമീപകാലം വരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. അവിടെ പ്രസിഡന്റ് സ്ഥാനം സ്ത്രീ സംവരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വൈസ് പ്രസിഡൻ്റായിരുന്നു. പാർട്ടിയിലെ കഴിവ് തെളിയിച്ച ഒരു യുവ നേതാവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുള്ളിക്കെതിരെ എന്തോ പരാതി കൊടുത്തു. ഭാര്യയുടെ പരാതിയുടെ പേരിൽ പുള്ളിക്കെതിരെ നടപടി ഉണ്ടാകും എന്ന ഘട്ടം വന്നു. അപ്പോഴും ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചു. അങ്ങനെ അദ്ദേഹം നിരാശാഭരിതനായിട്ടിരിക്കുന്ന സമയത്താണ് BJPയിൽ നിന്ന് ക്ഷണം വന്നത്. മാത്രമല്ല, കായംകുളത്ത് നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനത്ത് 2ാം സ്ഥാനത്തെത്തി. സഖാബ് ആരിഫ് 3ാം സ്ഥാനത്തായിപ്പോയി. അപ്പോൾ ബിപിൻ സി ബാബു നോക്കിയപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോകുന്നതിൽ പ്രത്യേകിച്ച് കഥയില്ല. എന്നാൽ പിന്നെ BJPയിൽ ചേർന്നില്ല. മതേതരത്വം ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം BJPയിൽ ചേർന്നു. അങ്ങനെ കായംകുളത്ത് BJPക്ക് ശക്തനായ ഒരു നേതാവിനെ കിട്ടി. കായംകുളത്ത് നേരത്തെ തന്നെ BJP ഉണ്ട്, നേതാക്കന്മാരും ഉണ്ട്. എങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് നല്ല ഗംഭീരനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ബിപിൻ സി ബാബുവിന് എന്ത് ഓഫറാണ് BJP കൊടുത്തിട്ടുള്ളത് നമുക്കറിയില്ല. ഏതായാലും മോശമാവില്ല എന്ന് വിചാരിക്കാം. കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ ചെറിയൊരു സത്യമുണ്ട്. കായംകുളത്തെ പാർട്ടിയെ പൂർണ്ണമായിട്ടും ഈ സൂഡാപ്പികൾ കൈക്കലാക്കി. നേരത്തെ തന്നെ ഇതിൽ പാർട്ടിയിലെ ചില ലോക്കൽ കമ്മിറ്റിയിലൊക്കെ എല്ലാ ആൾക്കാരും രാജിവെച്ച് പോകുന്നത് നമ്മൾ കണ്ടു. ചില ബ്രാഞ്ചുകൾ പിരിച്ചുവിട്ടായിട്ട് വന്നു. കാരണം കംപ്ലീറ്റ് സൂഡാപ്പികളാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക പ്രവർത്തകരും CPMൽ ചേക്കേറി. കാരണം എന്ന് വെച്ചാൽ പോലീസിൻ്റെ ഉപദ്രവം വേണ്ടിയിട്ടാണ്. CPMൻ്റെ ഒരു മേലങ്കി ഇവർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അത് കായംകുളത്ത് മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കുറച്ച് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആലപ്പുഴ ജില്ലയിൽ CPMൻ്റെ തന്നെ ചില പ്രമുഖ നേതാക്കന്മാർക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം ലോകപ്രസിദ്ധമാണ്. അത് മുൻ അവസരങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് 2022 മെയ് മാസത്തിൽ അവർക്ക് അവിടെ റാലി നടത്താൻ അവസരം കിട്ടിയത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മുതൽക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തും പിണറായിയുടെ 1ാം സർക്കാരിലും ഒരിടത്തും
ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അല്ലെങ്കിൽ SDPIക്കാർക്ക് ഇങ്ങനെ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ച് റാലി നടത്താനുള്ള അവരുടെ ഫ്രീഡം പരേഡ് നടത്താനുള്ള ഫ്രീഡം സർക്കാർ കർട്ടയിൽ ചെയ്തിരിക്കുകയാണ്. അനുവദിച്ചിരുന്നില്ല. അപേക്ഷ കൊടുത്താൽ പോലീസ് അപ്പം തന്നെ നിരാകരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലപ്പുഴയിൽ ഇവർ അപേക്ഷ കൊടുക്കുന്നത്. കൊടുത്ത വഴിക്ക് തന്നെ ആ അപേക്ഷ അംഗീകരിച്ചു. അങ്ങനെയാണ് അരിയും പലരും എന്നുള്ള മുദ്രാവാക്യമൊക്കെ നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അതുകൊണ്ട് വേറൊരു കൂടെ കിട്ടി. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു കാരണം കൂടിയായി. പല കാരണങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടി ചേർത്തു. ഇതിൻ്റെ ധീര സഖാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അവർ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സൂര്യപ്രകാശം കാണുന്നില്ല. എന്ന് നേതാക്കന്മാർ ജയിലിൽ പോയെന്ന് വെച്ചാൽ അണികൾക്ക് ഈ ആവേശത്തിൻ്റെ യാതൊരു കുറവില്ല. ആദ്യകാലത്ത് ഇവർ ആ പൗരാവകാശ പ്രക്ഷോഭമായിട്ടാണ് നടന്നിരുന്നത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായിട്ട് തരിതറം കാണിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തി തുടങ്ങി. അങ്ങനെ ഇവർ വീണ്ടും SDPI എന്ന പേരിൽ അതിശക്തമായിട്ട് പ്രവർത്തനം പുനരാരംഭിക്കാൻ പോകുന്ന സമയത്ത് കുറേ ധർമ്മഭടന്മാർ ഇപ്പോഴും CPMലുണ്ട്. അവർ പകൽ CPM ആയിട്ടും രാത്രി SDPI ആയിട്ടും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടായിട്ടും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കായംകുളത്ത് അത് വളരെ പ്രകടമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പാകിസ്ഥാൻ ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റാണ്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ബിപിൻ സി ബാബു ഇത് നല്ലൊരു തക്കമായി കണ്ട്, നല്ലൊരു അവസരമായി കണ്ട് പെട്ടെന്ന് ആരും ചൂണ്ടിക്കാണിച്ചാൽ ഒരു തെറ്റ് പറയുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവിടെ സഖാബ് ആരിഫ് 3ാം സ്ഥാനത്തായി പോയത്. അല്ലാതെങ്കിൽ സഖാബ് 2ാം സ്ഥാനത്തെങ്കിലും വരുവാണ്. ഈ പോപ്പുലർ ഫ്രണ്ടുകാർ സൂടാപ്പികളൊക്കെ KC വേണുഗോപാലിനാണ് വോട്ടിയത്. അതുകൊണ്ടാണ് ആരിഫ് ആലപ്പുഴയിൽ ദയനീയമായിട്ട് തോറ്റുപോയത്. മുസ്ലിം ഭൂരിപക്ഷം കേന്ദ്രങ്ങളിലൊക്കെ വേണുവിനാണ് ഭൂരിപക്ഷം കിട്ടിയത്. കാരണം KC വേണുഗോപാൽ ഇവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു അത്രേ, കോൺഗ്രസ് ജയിച്ച അധികാരത്തിൽ വന്നാൽ, UPA വീണ്ടും അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ഉടനെ തന്നെ പിൻവലിക്കും. ഇനി അങ്ങോട്ട് ആരുടെ കയ്യോ കാലോ കഴുത്തോ വെട്ടാനായിട്ട് ഒരു തടസ്സവും ഇല്ല. ആ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് എന്ന് കരുതപ്പെടുന്നു. ഇത് അവരുടെ അവകാശവാദമുണ്ടോ നമുക്കറിയില്ല. വേണുഗോപാൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല, സ്ഥിരീകരിക്കാനും സാധ്യതയില്ല. അദ്ദേഹം നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു. കേരളത്തിലുള്ള മുഴുവൻ പോപ്പുലർ ഫ്രണ്ടുകാരും സമാധാന പ്രേമികളും കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആരിഫ് തോറ്റുപോയത്. ആരിഫ് 2 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ 3ാം സ്ഥാനത്തായി പോയത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ടും അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു അനുഭാവിയാണ് എന്ന തെറ്റിദ്ധാരണ കാരണം CPMകാരിൽ തന്നെ നല്ലൊരു വിഭാഗം വോട്ട് മാറ്റി BJPക്ക് ചെയ്തു. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തിയത്. ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബിപിൻ സി ബാബു BJPയിലേക്ക് പോയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. കായംകുളത്തിന് എന്ത് സംഭവിക്കും എന്നറിയില്ല. ഏതായാലും ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് കായംകുളം വാളാണ് മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്വം ആർക്കെതിരായിട്ട് എപ്പോൾ പ്രയോഗിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. ഇത് വെട്ടുന്നവനാണോ വെട്ടേൽക്കുന്നവനാണോ മുറിവ് പറ്റുന്നത് എന്നും പറയാൻ പറ്റുകയില്ല. ഏതായാലും ഇങ്ങനെയുള്ള തമാശകൾ ഇനിയും ആവർത്തിക്കാനാണ് സാധ്യത. കലികാലമാണ്. മ്ലേച്ഛന്മാരുടെ എണ്ണം വർദ്ധിക്കും എന്ന് പുരാണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു മാറ്റമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.